ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ഇരുമ്പിപ്പുളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് ഞാൻ ഇവിടെ കുറച്ച് ഇരുമ്പിപ്പുളി കഴുകി നടുകീറി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിന്. ഇത് നമ്മളെ മോരുകറി പോലെ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ മുളക് പൊടി, നമ്മൾ എരിവിന് ആവശ്യമായ മുളക് പൊടി. ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തണേ. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തണേ. പിന്നെ നമുക്ക് 2 പച്ചമുളക് ചേർക്കണം. അപ്പോൾ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവാൻ നമുക്ക് മൂടി വെക്കാം. അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ കുറച്ച് തേങ്ങയും ഒരു 4 അല്ലി ചെറിയ ഉള്ളിയും എടുത്തേണേ. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ കറി എന്തായി നോക്കട്ടോ. കറിയൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വേവണം. ആ പച്ചമുളക്, പുളി വേഗം വേകും, പക്ഷേ ആ പച്ചമുളകിന് കുറച്ചൊന്ന് വേവുള്ളതിനോട് പച്ചമുളകൊന്ന് വേവട്ടെ കേട്ടോ. ഒന്നും കൂടെ നമുക്ക് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പം ഇതാ നല്ല മുളകൊക്കെ നല്ലോണം വെന്താണ്, പുളി നല്ലോണം വെന്താണ്. ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നോക്കുക. ഉപ്പ് റെഡി അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്താണ് കേട്ടോ, കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതിലേക്ക് ഇനി അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. അരച്ച് വെച്ച അരപ്പ് ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ അതിലേക്കൊന്ന് മിക്സാക്കി കൊടുത്തണേ. ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള താളിപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തേണേ. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കൊരു കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർക്കണം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തേണ്. അത് കഴിഞ്ഞ് ഉലുവയും പൊട്ടി വന്നപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിടും. ഈ കൂട്ട് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം. ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്, ചെറിയ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു.